ഹലോ, ഇന്ന് നമ്മളൊരു പിങ്ക് കളറുള്ള വെള്ളയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനെന്താ ഒരു പകുതി കഷ്ണം ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ നന്നായി അരച്ചെടുക്കുന്നുണ്ട്. ഇത് വെള്ളയപ്പക്കൂട്ട് തലേന്ന് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. ബീട്രൂട്ട് രാവിലെയാണ് മാവിൽ മിക്സാക്കുന്നത്. വെള്ളയപ്പം അരിയും തേങ്ങയും ഈസ്റ്റും കുറച്ച് ചോറും ചേർത്ത് തലേന്ന് അരച്ച് വെച്ചതാണ്. ഇതാ നല്ലോണം നമ്മൾ ബീട്രൂട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. നല്ല പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വെള്ളയാണ് ചുട്ടത്, വെള്ള കളറുള്ള അപ്പം. ഈ കളറ് കാണുമ്പോൾ കുട്ടികൾ കഴിച്ചോളും. ഈ ബീട്രൂട്ടൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവും. ഇങ്ങനെയാക്കി കൊടുത്താൽ നല്ലോണം കഴിച്ചോളും. ഇതാ 2 സ്പൂണിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ചുറ്റിച്ചെടുക്കുന്നുണ്ട്. മൂടി വെച്ച് ഇതാ നല്ല പിങ്ക് കളർ, നല്ല ഭംഗിയില്ലേ കാണാൻ? അതുപോലെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിങ്ക് കളർ കാണുമ്പോൾ തന്നെ കുട്ടികളെല്ലാം കഴിച്ചോളും. ബീട്രൂട്ട് ചേർത്തിക്കെന്ന് വിചാരിച്ചിട്ട് രുചിയിലൊന്നും വ്യത്യാസം വരുമല്ലോ കേട്ടോ. ഇത് കറിയും കൂട്ടി കഴിക്കാം. ഇവിടെ തേങ്ങാപ്പാലാണ് കേട്ടോ ഇഷ്ടം. തേങ്ങാപ്പാലും വെള്ളയപ്പവും കൂടിയാണ് കഴിക്കൽ. എന്താ നല്ല പിങ്ക് വെള്ളയപ്പത്തിൻ്റെ മുകളിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ പോവാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? പിങ്കും വെള്ളയും. കഴിക്കാനും നല്ല രുചിയുണ്ട് കേട്ടോ.